ജനതയിൽ ഏറ്റവും വികസിച്ച മനസ്സിൻ്റെ ഉടമകൾ ഹിന്ദുക്കളാണ്. അനേകായിരം വർഷം മുൻപ് മുതൽ വികസിച്ചു തുടങ്ങിയ അത് അനുസ്യൂതം തുടർന്നു കാരണം അധികം വികാസവും പരിണാമവും സംഭവിച്ചു ഹിന്ദുക്കൾക്ക്. ആ ഹിന്ദുക്കൾ എന്നും ഒന്നു ചേർന്ന് ജീവിച്ചുകൊണ്ട് ഹൈന്ദവനെല്ലാം ഒരുപോലെയാണ്. ജാതി വന്നത് 1200 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് തന്നെ ഹൈന്ദവത വികസിച്ച ഒരു സമൂഹമാണിത് മൊത്തം ഹൈന്ദവർ. അത് കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ജാതിക്കാർക്ക് ഇവിടെ വികാസം കുറവില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഈ വികാസം സംഭവിച്ചത്. ഈ വികസിച്ച മനസ്സുമായിട്ട് വികസിക്കാത്ത മറ്റൊരു കൂട്ടരുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അതായത് വേദം ഓതുന്ന പോത്തിനോട് വേദമല്ല ഓതുന്നെന്നുള്ള കാര്യം ഇവൻ്റെ ഈ ഉയർന്ന മനസ്സ് കാരണം സാധിക്കാതെ വന്നൂടെ. അങ്ങനെയാണ് ഇവിടെ അടിമത്വം പേറേണ്ടി വന്നത്. പല കാര്യങ്ങളുണ്ട്, അതിലൊന്നിതാണ്. അധികം വികസിച്ചു പോയാലും പാരയാണ്. ഒരു മുത്തിച്ചിപ്പി സുഖമായിട്ട് ജീവിക്കുന്നു കടലിൽ. പക്ഷേ അതിനുള്ളിലിരിക്കുന്ന ആ മുത്ത്, അമൂല്യ വസ്തുവായ മുത്ത് കാരണം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ മുത്തെടുക്കാൻ വേണ്ടി നമ്മൾ അവയെ പിടിച്ച് വധിച്ചിട്ട് അതിനകത്ത് നിന്ന് എടുക്കുന്നു മുത്ത് എന്നതുപോലെയാണ് ഹൈന്ദവൻ്റെ അവസ്ഥ. ഈ ഒത്തിരി വികസിച്ച് പോയത് കൊണ്ട് ആരെന്ത് ചെയ്താലും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് അവിടെ നിൽക്കുന്നു. കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ പഠിച്ചിട്ടില്ല ഹിന്ദു. അപ്പപ്പം കാണുന്നതിനെ അപ്പനെന്ന് വിളിക്കുന്ന ഒരു ശീലം ഉള്ളവരുടെ അടുക്കൽ അതില്ലാത്തവനെ നിലനിന്ന് പോകാൻ പറ്റുകയില്ല. ഈ ഒരു വിവരക്കേടാണ് ഇത് കാലാകാലങ്ങളിൽ പകർന്നു കൊടുക്കാൻ ആളില്ലാതെ വന്നു. അതിന് കാരണം ഈ ജാതി തിരിവാണ്. അത് പൊതുവായിട്ട് വളരെ വികസിച്ച മനസ്സുമായിട്ട് നടക്കുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു ഗ്രൂപ്പിനും ആവശ്യത്തിന് സഹായിക്കാൻ ആളില്ല. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട ഉഴലുന്ന മനുഷ്യൻ ആരിൽ ഒരു നാഥൻ വേണം, ഒരു നേതാവ് വേണം, പ്രാദേശികമായിട്ട് വേണം. മറ്റ് മതക്കാർക്കതുണ്ട്. അധികം വികസിച്ചല്ലെങ്കിലും അവർ കാലാകാലങ്ങളിൽ നിലനിൽപ്പിന് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇവിടെ അതില്ല. ക്ഷേത്രത്തിൽ പോയി തൊഴുക, ഒത്തിരി കാലം ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത കുറേ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു. അതും പ്രശ്നമായി. അവർക്കും ഇല്ല നാഥൻ, മറ്റവർക്കും ഇല്ല. അവിടെ പോയി കാണിക്കയിടുക, തൊഴുക, വഴിപാട് കഴിക്കുക, അത്ര തന്നെ. പുരാണ പാരായണം നടത്തുക, ഇത്ര തന്നെ. പിടിച്ചു നിൽക്കാൻ ജീവിതം എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. പ്രശ്നങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ലോകത്തിലെല്ലാ മതങ്ങളും അടിസ്ഥാനപരമായിട്ട് ജീവിക്കാൻ എന്താണെന്നുള്ളതാണ് അവരാദ്യം പഠിപ്പിക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ആത്മീയത നേരിട്ട് അങ്ങോട്ട് കയറുന്നത്. അത് തന്നെ അധപതനമാണ്. ജീവിക്കാൻ കഴിയാത്തവനെങ്ങനെ എന്നെ ആത്മീയതയാണ്? പാട്ടിൻ്റെ എടുക്കുന്നതിന് എന്നെ ആത്മീയതയാണ്? എങ്ങനെ ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള ധനം എങ്ങനെ സമ്പാദിക്കും എന്ന് യാതൊരു ട്രെയിനിങ്ങുമില്ല. ഒരു കുട്ടിയെ അത് പറഞ്ഞു കൊടുക്കുകയില്ല. വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ക്ഷേത്രം പോലെയുള്ള സ്ഥാനത്ത് നിന്നും, അതില്ലെങ്കിൽ പ്രാദേശിക സംഘടനകളും അതാത് ഗ്രൂപ്പുകൾക്കുള്ള സംഘടനകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതത്തെ എങ്ങനെ നേരിടണം, ധനം എങ്ങനെ സമ്പാദിക്കണം, ധനമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയില്ല എന്നൊരു കുട്ടിയെ 3 വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതാണ്. മറ്റെല്ലാ മതങ്ങളിലും ഈ 3 വയസ്സ് മുതൽ പഠിപ്പിക്കുന്നുണ്ടത്. കഥകളാണ് അതിലുപയോഗിക്കുന്നത്. ധാരാളം കഥകളുണ്ട്. മറ്റ് മതങ്ങളെല്ലാം, ലോകമതങ്ങളിൽ ഇന്നുള്ള എല്ലാ മതങ്ങളിലും അതുണ്ട്. ഹിന്ദു മതത്തിലും ഉണ്ട്. വളരെ ഗോപ്യമായ രീതിയിൽ ഒളിച്ചു വെച്ചിരിക്കുക ആശയങ്ങൾ. ഇത് പഠിപ്പിക്കുന്ന ഞങ്ങൾ ഒരിക്കലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥങ്ങൾ അവർ ആത്മീയവശം, ലോകത്തിൽ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത കുറേ ആത്മീയത. അതും നല്ലതാണ്, പഠിക്കണം, വേണം. വികസിച്ച് വരുമ്പോൾ വലുതാകുമ്പോൾ കുറച്ചുകൂടി ചിന്തിക്കാൻ കഴിവുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കും. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് തന്നെയാണ്.
ജീവിക്കാനുള്ള വരുമാനം എങ്ങനെയാണല്ലോ അത് ആദ്യം പഠിക്കുന്നത് കുട്ടി. വരുമാനത്തിൻ്റെ ആവശ്യം എന്താ, അതില്ലെന്താ, എന്തൊക്കെ അറിയാവുന്ന തലത്തിൽ വളർന്നൊരു 18 വയസ്സാകുമ്പോഴേക്കും അവൻ വരുമാനം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അവൻ ചിന്തിച്ചു തുടങ്ങും. നല്ലപോലെ ആഴത്തിൽ ചിന്തിക്കും. അവനുള്ള കഴിവ് അപ്പോഴേക്കും ഡെവലപ്പ് ചെയ്തിരിക്കും. ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവൻ എന്ത് വേണമെന്ന് അവൻ തീരുമാനിച്ച് അവൻ നടപ്പാക്കും. അവന് ആവശ്യമുള്ള പണവും സമ്പാദിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഹൈന്ദവരുടെ കൂട്ടത്തിലുണ്ട്. കുറവാണെന്നേ ഉള്ളൂ, വളരെ കുറവാണ്. ഒരു 5% കാണും. അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. എനിക്കറിയാവുന്നത് ചെറുപ്പം പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട് ഹൈന്ദവരുടെ കൂട്ടത്തിൽ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ശ്രദ്ധ ശരിക്കില്ലാതെ പ്രാദേശികമായിട്ട് ഓരോ ഗ്രൂപ്പുകളിലും, അതായത് കരയോഗത്തിലോ ശാഖകളിലോ ഒക്കെ ഉണ്ട്. പല സംഘടനകളും കരയോഗം, പലതും ശാഖയെന്നാണ് പറയുന്നതിന്, എല്ലാം ഒന്ന് തന്നെ. അത് ആഴ്ച തോറും കൂടി ഇത്തരങ്ങൾ ധനം എങ്ങനെ കൈക്കലാക്കണം, അതെങ്ങനെ സൂക്ഷിക്കണം, അതെങ്ങനെ വിനിയോഗിക്കണം, ധനം കുറഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ, ഇതൊക്കെ കൂടെ ആദ്യം മുതലേ പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടി അത് സമ്പാദിക്കാൻ പഠിക്കുകയില്ല. അവൻ കൈ നീട്ടും വല്ലവരുടെ അടുക്കൽ. എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരുടെ വീട്ടിൽ തന്നെ ചോദിക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ ചോദിക്കും, ഏതാ ഒന്ന് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വാങ്ങാൻ പൈസ വേണം, ചോദിക്കും. എനിക്ക് സോപ്പ് വാങ്ങണം, അത് വീട്ടിൽ നിന്ന് ചോദിക്കും. അത് അങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ എത്തിക്കുന്നത് വീട്ടുകാർ തന്നെയാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനത് സമ്പാദിച്ചിരിക്കണം. അവനതിനുള്ള സമ്പാദിക്കാനുള്ള കഴിവ് അവൻ സമ്പാദിച്ചിരിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ ധാരാളമാണ്. ഇവിടെ 12 വയസ്സുള്ളവൻ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നവരുണ്ട്. ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ പല വഴിക്കും സമ്പാദിക്കുന്നവരുണ്ട്. കൃഷി ചെയ്യുന്നവരുണ്ട്. 16 വയസ്സാകുമ്പോഴേക്ക് പാവൽ കൃഷി ഉണക്കുകാലം ചെയ്ത് എത്ര രൂപ മനുഷ്യൻ സമ്പാദിക്കുന്നുണ്ട്, കുട്ടികൾ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ എണ്ണത്തിൽ കുറവാണെന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ധനം എങ്ങനെ സമ്പാദിക്കണമെന്നുള്ള അടിസ്ഥാന അറിവാണ് ഒരു ഹൈന്ദവൻ്റെ ഒരു കുഞ്ഞു കുട്ടിന് ആദ്യം കൊടുക്കേണ്ടത്. അത് കൊടുക്കാതല്ല ആത്മീയതയൊക്കെ വേണം, അതോടൊപ്പം ചേർന്ന് പൊക്കോട്ടെ പാരലായിട്ട്. ഇത് ആത്മീയ ഇടയ്ക്ക് തിരികെ വെച്ച് കയറ്റി ഈ ആശയം കുഞ്ഞിൽ ഉദ്യോഗിപ്പിക്കണം. അതിൻ്റെ ആ ദോഷം അവിടെ കാണുന്നത് മുഴുവൻ. ഈ വിഷയം പറഞ്ഞാൽ തീരുകയില്ല, അത്ര വിപുലമായൊരു വിഷയമാണ് ഹൈന്ദവൻ്റെ സാമ്പത്തിക ഞെരുക്കം. ഹൈന്ദവന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും മോശമായ ഒരവസ്ഥ. വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവൻ കുട്ടികൾക്ക് അവൻ 15 വയസ്സാകുമ്പോഴേക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു ഐഡിയ വന്നിരിക്കും മെയിൻ ഗ്രൂപ്പുകൾക്കെല്ലാം. ഇവിടെ അതില്ല. അതിൻ്റെ ദോഷമാണ് ഇവിടെ കാണുന്ന ഏറ്റവും കൂടുതൽ ദോഷം. ഏറ്റവും കൂടുതൽ ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്നത് ഹൈന്ദവ കുട്ടികളാണ്. മറ്റുള്ളവർക്ക് ട്രെയിനിങ് ഉണ്ട് ആഴ്ച തോറും, എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ പണം സമ്പാദിക്കണമെന്ന്. ജീവിക്കാൻ പണമാണ് മുഖ്യം, അതില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ആ പണം സമ്പാദനത്തിന് ആവശ്യമുള്ളത് അവനറിയാം. 18 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം കല നിൽക്കാറാവും ആവശ്യത്തിന് പൈസ. മുന്നോട്ട് പഠിച്ചു പോകണമെങ്കിൽ പോലും പൈസ കുറച്ച് ഈ രീതിയിൽ സമ്പാദിക്കുന്നവരുണ്ട്. ഇത് പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. ബോറടിക്കുമെന്നും കണ്ട് അധികം പറയുന്നില്ല ഞാൻ. വല്ലപ്പോഴും ഒരു ക്ലാസ് ഇടയ്ക്കൊരു എപ്പിസോഡ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. ഇതാരും ആരെക്കുറിച്ചും അറിയാത്തതാണിത്. കാരണം എനിക്കങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് എനിക്കതറിയാം ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി എത്ര ഉണ്ടെന്ന്. അതെല്ലാ ഹൈന്ദവ സമൂഹങ്ങളുടെയും സ്ഥിതി എനിക്കറിയാം. വളരെ കഷ്ടം അനുഭവിക്കുന്നു. അത് സൂക്ഷിക്കണമെന്ന് ഒരപേക്ഷയുണ്ട്. ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണേ.